ഗൈസ് ഇത് ശരിന്റെ കമ്പനി. നമുക്കിത് വെച്ചൊരു അടിപൊളി താഫ്ര ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലാസ് റെഡിയാക്കാം. അതിന് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നീട് പിങ്ക് സാൾട്ടാണ്. പിങ്ക് സാൾട്ട് ആകുമ്പോൾ കുറച്ചെടുത്താൽ മതി. പിന്നീട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് ഓയിലൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ എടുക്കുക, അത് ലാസ്റ്റ് പറയാം. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മീനെടുത്ത് നല്ലപോലെ വരഞ്ഞ് അതിലേക്ക് നമുക്ക് മസാല അപ്ലൈ ചെയ്യാം. മസാല അപ്ലൈ ചെയ്യുമ്പോൾ മീനിൻ്റെ ഉള്ളിലും നല്ലപോലെ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നാലേ അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ നമ്മളെ ഫിഷ് സെറ്റ് ആയിട്ടുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യും. ഓക്കെ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ട് ഫിഷിൻ്റെ 2 സൈഡും നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടിയുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഫിഷ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മീനിന് വേണ്ടി ചേർത്ത മസാല എടുക്കുക. ആ മസാല ഇട്ടിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയോടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റാക്കി എടുക്കുക. അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് നല്ല വേവിച്ച് പേസ്റ്റാക്കി. മീനിൻ്റെ 2 സൈഡിലും ആ മസാലാസ് അപ്ലൈ ചെയ്ത് നല്ലപോലെ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അജോ സാറിനെ കൊണ്ട് തന്നെ കഴിപ്പിക്കാം. സാറ് രാവിലെ ഇടയത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് നേരെ സാറിൻ്റെ കൊണ്ട് കൊടുക്കുക. നമ്മുടെ മുസ്താർ ബ്രോക്ക് ഇനി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. മുസ്താർ ബ്രോ കഴിച്ചു നോക്കട്ടെ. അങ്ങനെയല്ലേ ഓൻ്റെ ആക്ഷൻ കണ്ട എന്താ എൻ്റെ റബ്ബേ. ഇനി നമ്മുടെ എല്ലാമായിട്ടുള്ള അനസിക്ക ഒന്ന് കഴിച്ചു കൊടുക്കുക. അനസിക്ക പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഫുഡ് എടുത്ത് കഴിക്കുകയാണ്.